മിറക്കുലസ് ആൻഡ് മിനിസ്ട്രിയോടെ എൻ്റെ സ്നേഹിതന്മാരെ, സഹോദരന്മാർ കാണിക്കുന്നതായ സ്നേഹവും സഹകരണത്തിനും കൂട്ടായ്മയ്ക്കുമായി ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സിസ്റ്റർ ഫാനി ഈസ് ഓൺ ദ ലൈൻ. ഫാനിയോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇറ്റ് ഈസ് ഫാനി, ഇറ്റ്സ് യുവർ ടൈം. ഓക്കെ, റെഡിയായി കേൾക്കാം. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മിറക്കിൾസ് ആൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രി ഒരു പ്രാവശ്യം കൂടി വരുന്നതിനായി കർത്താവ് ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന നല്ല സാവകാശത്തിനായി സ്തുതിക്കുന്നു. തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ. ആ സ്വർഗീയ ശില്പിയായ ദൈവത്തിന്റെ മുഖം കാണുന്ന ആ നല്ല നാളിനായി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥനയോടെ ഈ ഗാനം ചേർന്ന് പാടാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിയ എത്തിയിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിയ എത്തിയിടുമ്പോൾ. വിന്മയമാകും ശരീരം ആവിന്യൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിന്യൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടന് കാഴ്ചയും കുരുടന് കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. വിന്മയമാകും ശരീരം ആവിന്യൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ചിരന്റെ പ്രത്യാശയോടെ വിന്മയമാകും ശരീരം ആവിന്യൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആവിന്യൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഓ, വിന്മയമാകും ശരീരം ആവിന്യൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ. വിന്മയമാകും ശരീരം ആവിന്യൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിന്യൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആമേൻ, 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 ആമേൻ. Oh
Thank you, Jesus. Amen. ഞങ്ങൾക്ക് നൽകിയ പ്രത്യാശയ്ക്ക് സ്തോത്രം. നമ്മുടെ ആശയേറുന്ന നാട്ടിൽ, ആ ശോഭയേറുന്ന വീട്ടിൽ തേജസ്സേറുന്ന നാഥന്റെ മുഖം കാണുന്ന ആ നല്ല നാളിനായി കാത്തിരിക്കാം. കർത്താവ് നമ്മളെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയോടെ ഒരുങ്ങാം. ആ ഇമ്പവീടുകളിൽ ചേർക്കും നമ്മളെ. ഹല്ലേലൂയ. ഈ പ്രത്യാശയുള്ളവരെല്ലാവരും ചേർന്ന് കൈകൾ അടിച്ച് ആത്മനിറവോടെ അഭിഷേകത്തിൽ പാടി സ്തുതിക്കാം. യേശു മണവാളൻ നമ്മളെ ചേർക്കും. ഹല്ലേലൂയ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വീടത്തിൽ ഇമ്പവീടതി, കാണും നാമങ്ങായി പ്രിയൻ പൊന്മുഖം. ചേരും നാം വീടത്തിൽ ഇമ്പവീടതി, കാണും നാമങ്ങായി പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, കാന്തൻ യേശു വരാൻ കാലമായി, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ യേശു വരാൻ കാലമായി, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ ചേരും നാം വീടത്തിൽ ഇമ്പവീടതി, കാണും നാമങ്ങായി പ്രിയൻ പൊന്മുഖം. ചേരും നാം വീടത്തിൽ ഇമ്പവീടതി, കാണും നാമങ്ങായി പ്രിയൻ പൊന്മുഖം. രോഗ ദുഃഖങ്ങളും മരണമതും ദൈവം നീ ഭയപ്പെടാതെ. രോഗ ദുഃഖങ്ങളും മരണമതും ദൈവം നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവീടതി, കാണും നാമങ്ങായി പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവീടതി, കാണും നാമങ്ങായി പ്രിയൻ പൊന്മുഖം. ആമേൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ശകലം തേരേ രാമാരാധി രാമാര ശാഖലരമനം തേരേ അകലരക്ഷണയം ശകലം ധനവൈദശമനാഗേ രാഘവാനാഹം തേരേ ധീര ശൗരാഗമനം ശകലം ധമനാഗികന ഗഗമനം ശകലം തേരിഗനവൈദമനം ശകലം തേരിഗേ രാഭാഗീര ശഖലേ ഖേരേ. ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഞങ്ങളുടെ
പ്രിയ പിതാവെ, നിത്യജീവന്റെ പ്രത്യാശ തന്ന ആ നല്ല കർത്താവിനെ ഞങ്ങൾ ഉയർത്തുന്നു. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണ നിറച്ചവരായി ഒരുങ്ങി കാത്തിരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വരവ് പ്രത്യാശയിൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തെ തന്നെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മിറാക്കുലസ് ഹാൻഡ്സ് ഓഫ് ജീസസ് മിനിസ്ട്രിയുടെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇപ്പോൾ ടെസ്റ്റിമണിക്കുള്ള സമയമാണല്ലോ. ഇന്ന് നമ്മളോട് ജീവിത സാക്ഷ്യം അറിയിക്കുന്നത് പാസ്റ്റർ ബോവസ് ഡാനിയലാണ്. പാസ്റ്ററിന്റെ സ്വദേശം തിരുവനന്തപുരത്ത് വെമ്പായം എന്ന സ്ഥലമാണ്. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിക്കുകയും വളർത്തപ്പെടുകയും ചെയ്യുവാനുള്ള ഒരു വലിയ ഭാഗ്യം പാസ്റ്റർ ബോവസിനുണ്ടായി. 19 വർഷമായിട്ട് രാജസ്ഥാൻ സ്റ്റേറ്റില് ജയ്പൂർ എന്ന പ്രദേശത്തായിരിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ജീവിതത്തില് കർത്താവ് നടത്തിയ വിധങ്ങൾ, ഈ ജയ്പൂരിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയുമായി എങ്ങനെയാണ് കർത്താവ് നടത്തിയത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന പ്രകാരം നടത്തിയ വിധങ്ങളും ഇന്ന് പാസ്റ്ററും കൂട്ടായ്മയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും അതിൽ കൂടിയൊക്കെയും എങ്ങനെയാണ് ദൈവം കൈപിടിച്ച് നടത്തുന്നതെന്നും നമുക്ക് പാസ്റ്ററിൽ നിന്ന് തന്നെ ശ്രവിക്കാം. അതിനായിട്ട് സ്നേഹപൂർവം പാസ്റ്റർ ബോവസ് ഡാനിയലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു പാസ്റ്റർ ബോവസ് ഡാനിയൽ. താങ്ക് യു ആന്റി, താങ്ക് യു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർക്കും സഹോദരി സഹോദരങ്ങൾ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ പ്രാരംഭമായ സ്നേഹവന്ദനം രാജസ്ഥാൻ ജയ്പൂരിൽ നിന്ന് അറിയിക്കട്ടെ. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിശ്വസ്തനായ ദൈവമാകയാൽ ഞാൻ ദൈവത്തിന് പ്രാരംഭത്തിൽ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിയ ആന്റി സൂചിപ്പിച്ചതുപോലെ ബോവസ് ഡാനിയൽ. ഞാൻ തിരുവനന്തപുരം വെമ്പായം സ്വദേശിയാണ്. ഈ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ തന്നെ ജനിച്ച് വളർത്തപ്പെടുവാൻ, മാതാപിതാക്കളാൽ വളർത്തപ്പെടുവാൻ കർത്താവൊക്കെ എൻ്റെ ജീവിതത്തിൽ അവസരം തന്നു. ഞാൻ ഇതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയപരിധി ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ എവിടെ തുടങ്ങണമെന്ന് എനിക്കിങ്ങനെ അറിയത്തില്ല. എങ്കിലും ഞാൻ എങ്ങനെയാണ് ഈ രാജസ്ഥാനിൽ എത്തി എന്ന് അവിടം തുടങ്ങി ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഞാൻ രാജസ്ഥാനിൽ ഒരിക്കലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വരാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. കാരണം പറയാം, ഞാൻ ദൈവവചനം പഠിച്ചത് ഡൽഹിയിലാണ്. പാസ്റ്റർ കെ ജോയുടെ ബൈബിൾ കോളേജിൽ, IPCയുടെ പാസ്റ്റർ കെ ജോയുടെ ബൈബിൾ കോളേജിലാണ് ഞാൻ ദൈവവചനം പഠിച്ചത്. ഞാൻ 2003 വരെ, 2004 കാര്യം ഞാൻ അവിടെ തൊട്ട് ഞാൻ തുടങ്ങാം. 2004 തൊട്ട് 2004 ഞാൻ പാസ്റ്റർ കെ ജോയുടെ ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ എൻ്റെ വിവാഹവും ഒന്നും കഴിഞ്ഞില്ല. പെട്ടെന്ന് എനിക്ക് രാജസ്ഥാനിലേക്ക് പാസ്റ്റർ കെ ജോയ് എന്നെയും വേറൊരു കർത്താവിന്റെ ദാസനെയും അയച്ചു. രാജസ്ഥാനിൽ ജയ്പൂരിൽ തന്നെ. ഞങ്ങൾ അങ്ങനെ ഞാനും പാസ്റ്റർ സണ്ണി ജോർജ് എന്ന് പറയുന്ന ഒരു ദേവദാസനെ കൂടി ഒരു പൈനിയർ വർക്കിനായിട്ട് രാജസ്ഥാനിൽ വന്നു. ഇവിടുത്തെ ചൂട് സമയം ആയതുകൊണ്ട് എനിക്ക് ഈ ടൈഫോയിഡിന്റെ അസുഖം വന്നിട്ട് അതികഠിനമായി മരണത്തോളം എത്തി. ഈ സമയത്ത് പിന്നെ കർത്താവ് എന്നെ വിടിവെച്ച് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ടാണ് പോയത്. കർത്താവേ, ഞാൻ ഇന്ത്യയുടെ ഏത് ഗ്രാമത്തിലോ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഞാൻ കർത്താവിന്റെ വേലയുമായിട്ട് പോകാം. ഈ രാജസ്ഥാൻ ഒഴിച്ച് വേറെ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ദൈവമേ, ഞാൻ കർത്താവിന്റെ വേലയുമായി പോകാമെന്ന് ഞാൻ തീരുമാനമെടുത്തു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഞാൻ ഇനി ഒരിക്കലും രാജസ്ഥാനിലേക്ക് കർത്താവിന്റെ വേലയുമായിട്ട് മടങ്ങി വരില്ല എന്ന് മനസ്സിൽ തീരുമാനം എടുത്തുകൊണ്ട് 2004 ഞാൻ നാട്ടിലേക്ക് പോയി. 2005
മെയ് മാസത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. മെയ് മാസം 26-ാം തീയതി എൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു 4 ദിവസം ഞങ്ങൾ നാട്ടിൽ നിന്നിട്ട് ഞാനും എൻ്റെ കുടുംബവും ഭാര്യയുമായിട്ട് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ യു-പിയിൽ ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ കർത്താവിന്റെ വേലയുമായിട്ട് കടന്നു വന്നു. പിന്നെ അവിടെ നിന്ന് റായ്ബറേലിയിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് കൽക്കട്ടയ്ക്ക് പോകേണ്ടി വന്നു, വെസ്റ്റ് ബംഗാളിൽ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ദൈവം ഒരു ദാനമായി ഒരു പെൺകുഞ്ഞിനെ തന്നു. കൽക്കട്ടയ്ക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന് വെറും 1 മാസം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. 1 മാസം ഞങ്ങൾ കൽക്കട്ടയിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, മനസ്സിനകത്ത് സമാധാനം കിട്ടുന്നില്ല. പിന്നെ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കുടുംബമായി ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, എന്താണ് അങ്ങ് ഞങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നു, രാജസ്ഥാനിൽ പോകാൻ. ഈ രാജസ്ഥാനിൽ നിന്ന് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഒരു തീരുമാനമെടുത്തിട്ട് പോയത് രാജസ്ഥാനിൽ നിന്ന്. ഒരിക്കലും ഞാൻ ഇനി ഈ രാജസ്ഥാനിൽ കർത്താവിന്റെ വേലയുമായി വരത്തില്ല എന്ന് തീരുമാനം പോയ ഞാൻ ദൈവശബ്ദം കേൾക്കുന്നു. 2007 ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നു. കർത്താവെ, പിന്നെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്, രാജസ്ഥാൻ എല്ലാവർക്കും അറിയാം, ഈ ഒരു വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ജോഗ്രഫിക്കലി ഒരു വലിയ സ്റ്റേറ്റ്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് ഞങ്ങളെ രാജസ്ഥാനിൽ പോകാൻ പറഞ്ഞു. ഈ രാജസ്ഥാനിൽ എവിടെയാ പോകേണ്ടേ, ഏത് സ്ഥലത്താ, ഏത് ഡിസ്ട്രിക്റ്റിലാ? ഞാനും എൻ്റെ ഭാര്യയും കൂടി ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞങ്ങൾ ഉൾപ്പെട്ട് നിന്ന ആ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ എൻ്റെ അടുക്കൽ ഒന്ന് പറഞ്ഞു, ബോവസ്, രാജസ്ഥാൻ ജയ്പൂരിൽ കറോന്ത എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, കുത്ത് ഗ്രാമം, റിമോട്ട് ഏരിയ. അവിടെ വെള്ളവുമില്ല, വെളിച്ചവുമില്ല. അവിടെ ഒരു ചെറിയ വീടുണ്ട്, ഒരു റൂമുള്ള ഒരു വീടുണ്ട്. ആ ഒരു ഗ്രാമത്തിൽ ഇതുവരെയും സുവിശേഷം എത്തിയിട്ടില്ല. ബോവസിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ദൈവത്തിൽ ഞാനും എൻ്റെ ഭാര്യ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു രാജസ്ഥാനിൽ ഒരു എൻട്രിക്ക് വേണ്ടി. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതാണല്ലോ രാജസ്ഥാനിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ ആ ദേവദാസന്റെ അടുക്കൽ പറഞ്ഞു, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത്, ആ ഗ്രാമത്തിൽ ഇതുവരെയും ഒരിക്കൽ പോലും സുവിശേഷം കേൾക്കാത്ത ആ ഗ്രാമത്തിൽ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ ദേവദാസൻ നോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബോവസ് തൽക്കാലം പോണ്ട, വേറെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അയക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങള് ഈ രാജസ്ഥാനെ കുറിച്ചുള്ള ഈ ദൈവശബ്ദം കേട്ടത് മുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങൾ ആ ദേവദാസനോട് നിർബന്ധിച്ച് പറഞ്ഞു, ഞങ്ങൾ പോവാം, ഞങ്ങൾ ആ ഗ്രാമത്തിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങൾ വിടാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ പിന്നെയും ആ ദേവദാസനെ നിർബന്ധിച്ചപ്പോൾ 2007 മെയ് മാസം ആദ്യത്തിൽ അദ്ദേഹം ദേഷ്യത്തിൽ ഞങ്ങൾക്ക് കൽക്കട്ടയിൽ നിന്ന് രാജസ്ഥാൻ ജയ്പൂർ വരെയുള്ള ടിക്കറ്റ് മാത്രം എടുത്തു തന്നു. വേറെ കയ്യിൽ 1 രൂപ പോലും തന്നില്ല. 1 രൂപ പോലും തന്നില്ല. വെറും കൽക്കട്ടയിൽ നിന്ന് ജയ്പൂർ വരെയുള്ള ടിക്കറ്റ് എടുത്ത് തന്നു, ഞങ്ങളെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ 2007 മെയ് മാസം ആദ്യത്തിൽ ഞാനും എൻ്റെ ഭാര്യയും, അപ്പോൾ എൻ്റെ മകൾക്ക് 2 മാസം പ്രായമേ ഉള്ളൂ, 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഈ അബ്രഹാം പോയതുപോലെ രാജസ്ഥാനിൽ ഖറോന്ത എന്ന് പറയുന്ന കുത് ഗ്രാമത്തിൽ വന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ ദേവദാസൻ ഞങ്ങൾക്ക് 1 രൂപ പോലും തന്നു വിട്ടില്ല എന്ന്. ഞങ്ങളുടെ കയ്യിലായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. ഈ നോർത്ത് ഇന്ത്യയിലെ ചൂട് എന്ന് പറയുന്നത് 48-50 ഡിഗ്രി ചൂടാ രാജസ്ഥാനിൽ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലൊക്കെ. ഞങ്ങൾ ഈ ഗ്രാമത്തിൽ വന്നു, ഒരു ചെറിയ വീട് മാത്രമുണ്ട്, ഒന്നുമില്ല. പിന്നെ ഞങ്ങള് പിന്നെ എങ്ങനെയാണ് ഈ ജീവിതം തുടങ്ങിയെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഗോതമ്പിന്റെ കവറ് കിട്ടും, വലിയ കവർ 5 കിലോയുടെയൊക്കെ. ഞങ്ങളൊരു 4-5 കവറ് പ്ലാസ്റ്റിക് കവറ് വാങ്ങിച്ചിട്ട് അത് തുന്നിച്ചു ഒരു പാ പോലെ തയ്ച്ചിട്ട് അതിലാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. കൂളറില്ല, AC ഇല്ല, ഫാനില്ല, ഒന്നുമില്ല. 48-50 ഡിഗ്രി ചൂട്, അതികഠിനമായ ചൂടിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ കിടന്നു. ഒരു ബെഡ്ഷീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കിടക്കാൻ സമയത്ത് ഞങ്ങൾ തറയിൽ വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് അല്പം തണുക്കുമ്പോഴാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ സാമ്പത്തികമായി എങ്ങനെയെന്ന് ചോദിച്ചാല്, ഇവിടെ ഈ അന്ന് ഞങ്ങൾ മെയ് മാസം മുതൽ 2007 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഏകദേശം ഒരു 3 മാസം ഞങ്ങൾ വെറും
ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു. ചപ്പാത്തി മുളക് പൊടിയും ഉപ്പും ഇട്ട് കലക്കി വെള്ളം ചാലിച്ച് ഒരു ചട്നി പോലെ കഴിച്ചു. 3 മാസം കണ്ടിന്യൂ കഴിച്ചു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതികഠിനമായ ചൂട്, ഫാനില്ല, കൂളറില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങള് ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടെ മാർക്കറ്റ്, ഇവിടുത്തെ ബജാർ രാത്രിയില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ബജാർ രാത്രിയില്ല. ഇങ്ങനെ രാത്രിയിൽ പച്ചക്കറി ബജാർ കഴിഞ്ഞിട്ട് ഈ പച്ചക്കറികൾ വേസ്റ്റ് ആയതൊക്കെ ഇവിടുത്തെ പച്ചക്കറി കൃഷി അവര് കളഞ്ഞിട്ട് പോകും, പശുവിനോ അല്ലെങ്കിൽ മൃഗത്തിനൊക്കെ കൊടുക്കാൻ. ഞാൻ അത് രാത്രി പോയി പറക്കും. ഒരു സഞ്ചിയും കൊണ്ടുപോയി പറക്കിയിട്ട് മൊത്തം പറക്കിയിട്ട് വീട്ടിൽ കൊണ്ട് വന്നിട്ട് നല്ലതൊക്കെ, മാക്സിമം നല്ലതൊക്കെ കറി വയ്ക്കാൻ കൊള്ളാവുന്നതൊക്കെ കറി വയ്ക്കും, ബാക്കി കളയും. അങ്ങനെയായിരുന്നു. പച്ചക്കറിയൊക്കെ ഇട്ട് ടൊമാറ്റോ ഒക്കെ ഞാൻ അങ്ങനെയായിരുന്നു. അത് കളഞ്ഞിട്ട് പോകുന്ന പച്ചക്കറിയൊക്കെ ഞാൻ പോയി കൊണ്ടുവന്ന് അങ്ങനെയായിരുന്നു സബ്ജി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സബ്ജി ഉണ്ടാക്കി. പിന്നെ ആഹാരം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഏകദേശം, ഞാൻ പറഞ്ഞല്ലോ ഭാഷ അറിയത്തില്ല. കൂത്ത് ഗ്രാമം, അവര് മാർവാടിയാ പറയുന്നേ. ഞങ്ങൾക്കാണെങ്കിൽ അല്പം ഹിന്ദി അറിയത്തുള്ളൂ. ഞങ്ങൾ പറയുന്ന ഹിന്ദി മാർവാടി അവിടുത്തെ ഗ്രാമക്കാർക്കും മനസ്സിലാകുന്നില്ല. അവര് പറയുന്ന ഹിന്ദി മാർവാടി ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. പിന്നെ ഞാന് 2008 ഏകദേശം ഒരു 1-2 വർഷം ഞാൻ ഇവിടെ ആക്രി പറക്കി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എന്റെ സാമ്പത്തികമായിട്ട് ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഭാഷയും അറിയത്തില്ല. ലോകത്തിൽ വേറെ ആരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്രി പറക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഈ രാത്രിയിൽ മദ്യപാനികള് മദ്യപിച്ചിട്ട് ആ കുപ്പി കളഞ്ഞിട്ട് പോകും. അത് ഞാൻ പോയി പറക്കും രാത്രിയിൽ, അല്ലെങ്കിൽ അത് രാവിലെയൊക്കെ പോയി പറക്കിയിട്ട് ആ മദ്യക്കുപ്പി കൊണ്ട് ആക്രി കടയിൽ കൊണ്ട് കൊടുക്കും. അത് കിട്ടുന്ന ആ പൈസയിലാണ് ഞങ്ങൾ ആട്ട വാങ്ങിച്ചുകൊണ്ടിരുന്നത്. സബ്ജി പോയി രാത്രിയിൽ പോയി പറക്കും, ഈ കളഞ്ഞിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങൾ വിചാരിച്ചു ഈ ചൂടിന്റെ കാലാവസ്ഥ കഴിയും, തണുപ്പാവുമ്പോഴൊക്കെ ദൈവം എന്തെങ്കിലും നീക്കുപോക്ക് തരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ചൂടിന്റെ കാലാവസ്ഥ കഴിഞ്ഞു, തണുപ്പിന്റെ കാലാവസ്ഥയായപ്പോഴും മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെ വെറും തറയിൽ കിടന്നുറങ്ങി, പ്ലാസ്റ്റിക് കവറിൽ കിടന്നുറങ്ങി. നോർത്ത് ഇന്ത്യയിലെ ചൂട് നമുക്ക് പിന്നെയും സഹിക്കാം. നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാന് തണുപ്പ് അതികഠിനമാണ്. മൈനസൊക്കെ ആവും ഈ നോർത്ത് ഇന്ത്യയിലെ തണുപ്പ്. പക്ഷെ അങ്ങനെ 2007 ആ തണുപ്പത്ത് ഞങ്ങൾ വെറും പ്ലാസ്റ്റിക്കിൽ കിടന്നുറങ്ങി. അന്നും ഞങ്ങളുടെ കയ്യിൽ ഒരു 5 കിലോ ഉള്ള ഒരു ചെറിയ സിലിണ്ടർ ആണ് ഉണ്ടായിരുന്നേ. 5 കിലോ. അത് തീരുമ്പോൾ പോയി പിന്നെ അത് സിറ്റിയിൽ പോയി നിറച്ചിട്ട് വേണം അത് കൊണ്ടുവരാൻ. അത് ചില സമയത്ത് അന്ന് കിട്ടത്തില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2007 ആ തണുപ്പത്ത് ഞങ്ങളുടെ സിലിണ്ടർ തീർന്നു പോയി, 5 കിലോയുടെ സിലിണ്ടർ. ഞാൻ അത് ഗ്രാമത്തിൽ നിന്ന് ആ സിലിണ്ടർ നിറയ്ക്കാനായിട്ട് വന്നു. പക്ഷെ അന്ന് എനിക്ക് സിലിണ്ടർ കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസവും കിട്ടിയില്ല, മൂന്നാമത്തെ ദിവസവും കിട്ടിയില്ല. നമുക്കറിയാം ഈ തണുപ്പത്ത് അതികഠിനമായ വിശപ്പ. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മകള്, എന്റെ മകൾക്ക് ഏകദേശം ഒരു വയസ്സൊക്കെ ആവുന്നതേ ഉള്ളൂ. കുഞ്ഞാണെങ്കിൽ വിശന്ന് കരയുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം സിലിണ്ടർ ഇല്ല, അതികഠിനമായ തണുപ്പ്. വേറെ ആരടുത്ത് ചോദിക്കാൻ ഭാഷയും അറിയത്തില്ല. കുത്ത് ഗ്രാമത്തില്ല, മാർവാടി ആൾക്കാർ സംസാരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ മൂന്നാമത്തെ ദിവസം സിലിണ്ടർ കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പുറത്തു പോയിട്ട് ഞാൻ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നത്, ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ ഇവിടുത്തെ ആൾക്കാർ ഈ ചപ്പാത്തിയിൽ നെയ്യ് പുരട്ടിയ അവര് ഈ ഭക്ഷണം കഴിക്കുന്നേ. നെയ്യ് പുരട്ടി ഞാൻ നോക്കുമ്പോഴാണ് ഒരു വീട്ടുകാര് ഒരു 3 റൊട്ടി ചപ്പാത്തി ഒരു കവറിനകത്ത് ഇട്ട് പശുവിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. പക്ഷെ ആ നെയ്യുടെ മണം കൊണ്ട് ഒരു പട്ടി വന്ന് അതെടുത്തു. ഞാൻ നോക്കുമ്പോൾ ആ പട്ടി ആ ചപ്പാത്തിയും കൊണ്ട് ഇങ്ങനെ എന്റെ ഓപ്പോസിറ്റ് വരിക. 3 ദിവസമായ ആഹാരം കഴിച്ചിട്ട് ഒന്നുമില്ല. എനിക്ക് അപ്പോൾ വേറൊന്നും തോന്നിയില്ല. എന്റെ മകളുടെ ആ വിശപ്പുണ്ടല്ലോ, കരച്ചിലൊക്കെ കാരണം എനിക്ക് വേറൊന്നും തോന്നിയില്ല. ഞാൻ ഒരു കല്ലെടുത്ത് ആ പട്ടിയെ എറിഞ്ഞു.
ആ പട്ടിയുടെ കയ്യിൽ നിന്ന് ചപ്പാത്തി ഞാൻ ആ ചപ്പാത്തി കളഞ്ഞിട്ട് പോയി. ആ ചപ്പാത്തിയാണ് ഞങ്ങൾ അന്ന് കഴിച്ചത്. 3 ദിവസത്തിന് ശേഷം ഞാൻ ആ ചപ്പാത്തി സ്തോത്രം പറഞ്ഞ് കഴിച്ചു. ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു, കർത്താവ് ഇതിനേക്കാളും ഒക്കെ നല്ലത് നാട്ടിൽ പോയി ജീവിക്കുന്നതാ നല്ലതെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ കൊടും തണുപ്പത്ത് ഞങ്ങൾ വെറും തറയിൽ കിടന്നിട്ട് എൻ്റെ മകൾക്കാണെങ്കിൽ ന്യൂമോണിയ പിടിച്ചു. അതികഠിനമായ പനിയും ന്യൂമോണിയ പിടിച്ച് ഒരു ഞായറാഴ്ച, എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, കൊടും തണുപ്പത്ത് ഒരു ഞായറാഴ്ച എൻ്റെ കുഞ്ഞിന്റെ ശ്വാസമെല്ലാം നിലച്ചുപോയി, കഫം കെട്ട് കിടന്നു. ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞു മരിച്ചുപോയി എന്ന് വിചാരിച്ചു. കുഗ്രാമം, ഞാൻ പറഞ്ഞല്ലോ, ഭാഷ അറിയത്തില്ല, ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞ് മരിച്ചുപോയി എന്ന് വിചാരിച്ചു. ആ കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ഞങ്ങള് ഈ ഇരുന്ന് കരയുക, വേറെ ഒന്നും അറിയത്തില്ല. ഞാൻ ഒരു ഞായറാഴ്ച ദിവസമാ, ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് കതവടച്ചിട്ട് വാവിട്ട് കരയുക, കർത്താവേ എന്ത് ചെയ്യണം, ഭാഷ അറിയത്തില്ല, കുഞ്ഞ് മരിച്ചുപോയോ, ആകെ എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടി നിലവിളിച്ച് കരയുന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഒരു 50 പൈസ ഉണ്ടായിരുന്നെങ്കിലേക്ക് ഒരു പാരസെറ്റമോൾ വാങ്ങിക്കാൻ ഞാനൊരു ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്കൊരു 50 പൈസ കിട്ടിയാൽ മതിയായിരുന്നു, ഞാനൊരു പാരസെറ്റമോൾ വാങ്ങിച്ച് എൻ്റെ കുഞ്ഞിന് കൊടുക്കാനായിട്ട്. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു 50 പൈസ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ മകൾക്ക് ഒരു പാരസെറ്റമോൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. പനി കൂടുതലായി ഇങ്ങനെ മരണത്തോളം എത്തി. ഞങ്ങൾ വിചാരിച്ചു ശ്വാസമൊക്കെ നിലച്ചു പോയത്, ഞങ്ങൾ വിചാരിച്ചു മരിച്ചു എന്ന് വിചാരിച്ചു. കുഞ്ഞിനെ മടിയിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരത്ത് ഒരു IPC സഭയിൽ ഒരു ദൈവദാസൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദേവദാസന് പെട്ടെന്ന് ഒരു പ്രേരണ വന്ന് എന്നെ വന്ന് കാണണമെന്നു. ആ ദേവദാസൻ ആരാധന പെട്ടെന്ന് നിർത്തിയിട്ട് ആ ദേവദാസൻ എന്നെ തിരക്കി ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എവിടെയാണ് താമസിക്കുന്നത് ആ ദേവദാസൻ അറിയത്തില്ലായിരുന്നു. ആ ദേവദാസൻ വന്ന് എന്നെ തിരക്കി വന്നപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി വൈകുന്നേരം. ഞങ്ങളുടെ ഗ്രാമത്തിലെത്തി 4 മണിയായി. ആ സമയത്ത് ആ ദൈവദാസൻ കാണുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എൻ്റെ മകളെയും കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് കരയുന്നതാണ്. ആ ദേവദാസൻ പെട്ടെന്ന് തന്നെ ഞങ്ങളെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് കൊണ്ടുപോവുകയും ഒരു ഓട്ടോ പിടിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഡോക്ടർ പറയാൻ ഇനി ചീത്തയൊന്നുമില്ല, അത്രയ്ക്ക് കഠിനമായ സമയത്ത് ഞങ്ങളെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെ അവിടെ ഒരാഴ്ച താമസിച്ച് ഞങ്ങൾ മടങ്ങി വന്നു. ഞങ്ങൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ഇതിനേക്കാളും ഒക്കെ നല്ലത് ഈ നാട്ടിൽ പോയി വല്ല കൂലിപ്പണി ചെയ്യുന്നതാണ് എന്ന് പല പ്രാവശ്യം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ഞങ്ങൾ ഈ സാധനം പാക്ക് ചെയ്ത് തീർത്തും കേരളത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ സാധനം പാക്ക് ചെയ്യുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിർത്തി അവിടെ. പല പ്രാവശ്യം പരിശുദ്ധാത്മാവ് പറഞ്ഞു പോകണ്ട, ഞാൻ പല പ്രാവശ്യം പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കാൻ ഇടയായി, പോകരുത്, ഞാനാണ് നിന്നെ കൊണ്ടുവന്നതെന്ന് ദൈവശബ്ദം പല പ്രാവശ്യം കേൾക്കാൻ ഇടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ 3 വർഷത്തിന് ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഈ കവാടി ആക്രി പറയ്ക്കുക, ആ സാധനങ്ങളൊക്കെ പറയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആർക്കും അറിയത്തില്ല, ലോകത്തിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കർത്താവിനല്ലാതെ 4മതൊരാൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ 2 വീട്ടുകാർക്കും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്ന്. ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എത്ര കഷ്ടത വന്നാലും ബുദ്ധിമുട്ട് വന്നാലും എന്ത് വന്നാലും ഞങ്ങൾ ഒരു വ്യക്തിയുടെയും മുന്നിൽ പോയി കൈ നീട്ടത്തില്ല എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തും കൊണ്ടാണ് ഞങ്ങൾ 2007 ഞങ്ങൾ 2005 ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തിട്ട് വന്നത്. പക്ഷേ ഞങ്ങളുടെ കഷ്ടതയൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ ഭാഷ അറിയത്തില്ലെങ്കിലും ഞങ്ങൾ ആ ഗ്രാമം ചുറ്റി പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഒറ്റ ജോലിയായിരുന്നു എന്നും ആ ഗ്രാമം ചുറ്റി പ്രാർത്ഥിക്കും. നടന്നും ഒരു 10-15 കിലോമീറ്റർ എന്നും നടന്ന് പ്രാർത്ഥിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് ത്രൂവിന്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ വർഷവും ഒരു 21 ദിവസം ഉപവാസം എടുക്കും. 2011 സമയത്ത് ഞങ്ങൾ ഒരു 21 ദിവസം ഉപവാസം എടുക്കുന്ന സമയത്ത്
ഉപവാസത്തിന്റെ ഒരു 17-ാമത്തെ ദിവസമാണോ അതോ 18-ാമത്തെ ദിവസമാണോ എന്ന് അറിയത്തില്ല. ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ അടുക്കൽ വന്നു. അവർ രഹസ്യത്തിലാ വന്നേ. രഹസ്യത്തിൽ വന്നിട്ട് അവര് ഞങ്ങളടുക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങൾക്ക് മാന്യമായ ആഹാരം ഒന്നും തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, എന്തുവാ നിങ്ങളുടെ അസുഖം എന്ന് ചോദിച്ചിട്ട് അവിടെ അസുഖം ഒന്നും അവർ തുറന്നു പറഞ്ഞില്ല. പക്ഷേ പിന്നെ ഞങ്ങൾ വീണ്ടും ഈ ഫോഴ്സ് ചെയ്തു, എന്തോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അസുഖം പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ആരടുത്തും പറയത്തില്ല എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ അസുഖം പറയാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഭാര്യയും ഭർത്താവ് അവർ എയ്ഡ്സ് രോഗികളാ. എയ്ഡ്സ് രോഗത്തിൻ്റെതായ 3-ാമത്തെ സ്റ്റേജിലെത്തി. എയ്ഡ്സ് രോഗത്തിന്റെ 3-ാമത്തെ സ്റ്റേജിലെത്തി. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് മരുന്നൊന്നും ഇല്ല, ഞങ്ങൾ ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ അവരോട് ഈ നല്ല കർത്താവിനെ കുറിച്ച് പറയുവാനും ഈ സൗഖ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി. ആ സമയത്ത് ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് കൂടുതൽ നാളൊന്നുമില്ല, ഒരു 1-2 ആഴ്ചയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ ആ കുടുംബത്തെ കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുത്തു. എയ്ഡ്സ് രോഗത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണ സൗഖ്യവും പൂർണ്ണ വിടുതലും കൊടുത്തു. അങ്ങനെ രാജസ്ഥാനിലെ എൻ്റെ ആദ്യത്തെ ഞാൻ സ്നാനപ്പെടുത്തിയത് എയ്ഡ്സ് രോഗികളായ ഒരു ഭാര്യയും ഭർത്താവിനെയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വീണ്ടും സന്തോഷമായി. പിന്നെ ഞങ്ങള് ഈ ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ കർത്താവ് ആത്മാക്കളെ തരാൻ തുടങ്ങി, ഇങ്ങനെ ആത്മാക്കളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറോ ഒരു ഹോസ്പിറ്റലോ ഒന്നുമില്ല. ഒരു വെള്ളം കുടിക്കാനുള്ള വെള്ളത്തിന് തന്നെ ഒരു 1-2 കിലോമീറ്റർ ദൂരം ഒരു ഗവൺമെന്റിന്റെ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് അവിടെ നിന്ന് കുടിക്കാൻ വെള്ളം എടുക്കണം, അതിന് തന്നെ ക്യൂ നിൽക്കണം. 1-2 മണിക്കൂറൊക്കെ ക്യൂ നിന്നാൽ മാത്രമേ ആ ഗ്രാമത്തിലുള്ളവർക്ക് അവിടുത്തെ വെള്ളം കിട്ടത്തുള്ളൂ. അതും രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ. അത്രയ്ക്ക് റിമോട്ട് ഏരിയ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറി വേറെ അല്പം കൂടി എന്തുവാ പറയണ്ടേ, ജംഗ്ഷനിലേക്ക് ഞങ്ങൾ താമസം മാറി. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കർത്താവ് ആത്മാക്കളെയൊക്കെ തരാൻ തുടങ്ങി. ഞങ്ങൾ കുറഞ്ഞൊരു 10-20 വീടെങ്കിലും ഞങ്ങൾ ഈ വീട് മാറും. കാരണം വെച്ചാൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോവും, ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ വീട്ടുകാർ ഞങ്ങളെ വീട്ടിൽ റൂം കാലിയാക്കാൻ പറയും. ഞങ്ങൾക്ക് ആരും റൂം തരത്തില്ല. ഈ പ്രാർത്ഥനയ്ക്ക് ആയതുകൊണ്ട്, പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ ആരും റൂം തരത്തില്ല. അങ്ങനെ പല വീടുകളും 1-2 മാസത്തിൽ തന്നെ പല വീടുകൾ ഞങ്ങൾക്ക് കാലി ചെയ്യേണ്ടി വന്നു, ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. പ്രാർത്ഥനയ്ക്കെന്ന് കേൾക്കുമ്പോൾ ആരും തരത്തില്ല. അങ്ങനെ ഒത്തിരി ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും. കാരണം ഈ വീട് മാറി വീട് താമസിക്കുമ്പോൾ ചിലപ്പോൾ ദൂരെ ആകുന്ന പലർക്കും ആരാധനയ്ക്ക് വരാൻ ബുദ്ധിമുട്ടായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ദേശത്ത് പ്രതാപ് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്ന് താമസിക്കാൻ തുടങ്ങി. ഇവിടെയും വന്ന് ഞങ്ങൾ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങി. ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ഇങ്ങനെ മുന്നേറാൻ തുടങ്ങി. ആത്മാക്കളൊക്കെ വരാൻ തുടങ്ങി, സ്നാനപ്പെടുവാൻ തുടങ്ങി, ഗ്രാമങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി, ഗ്രാമത്തിലുള്ള ആൾക്കാരെയൊക്കെ കർത്താവ് വിടിവിക്കാൻ തുടങ്ങി. 15 വർഷമൊക്കെ പിശാചിന്റെ ബന്ധനത്തിൽ കിടന്ന കുടുംബങ്ങളെയൊക്കെ 15 വർഷമൊക്കെ ഒരു കുടുംബമല്ല, ഒരു കൂട്ടുകുടുംബമാണ്. അവര് 4 സഹോദരങ്ങളാണ്. അവരൊക്കെ പൈശാചിന്റെ ബന്ധനത്തിൽ കിടന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു കുഞ്ഞ് പെട്ടെന്ന് മരിച്ചുപോയി. 2-ാമത്തെ ദിവസം 2-ാമത്തെ കുഞ്ഞ് മരിച്ചുപോയി. 3-ാമത്തെ ദിവസം ആ മൂത്ത കുഞ്ഞ് മരിക്കാറായി കിടക്കുന്ന സമയത്താണ് ഞാൻ ആ ഗ്രാമത്തിൽ പോകുന്നത്. ആ ഗ്രാമത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവരെയൊക്കെ നേടുവാൻ 15 വർഷമൊക്കെ പിശാചിന്റെ ബന്ധനത്തിൽ കിടന്ന ആ കുടുംബത്തെയൊക്കെ നേടുവാനും അവരെയൊക്കെ സ്നാനപ്പെടുത്തുവാനൊക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കി. ഗ്രാമത്തിലും സിറ്റിയിലും ഒക്കെ ഇങ്ങനെ കർത്താവിന്റെ വേലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വിരോധികളുടെ പ്രതികൂലങ്ങളും എനിക്ക് തുടങ്ങി. ഞാൻ വേഗത്തിൽ ഇങ്ങനെ ട്രെയിൻ പോകുന്നത് പോലെ പോവുക. ഞാൻ ഇടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു. ഞാൻ എൻ്റെ ആ കാതലായ ഭാഗത്തിലേക്ക് വരട്ടെ. അങ്ങനെ സുവിശേഷ വിരോധികളും ഇങ്ങനെ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനും പല പ്രാവശ്യം അവരിങ്ങനെ ഞങ്ങളെ മർദ്ദിക്കുവാനും ഒക്കെ തുടങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ നിന്ന് വരിക, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ രാജസ്ഥാനികളെ
രാജസ്ഥാനികളെ മതപരിവർത്തനം ചെയ്യുന്നു, ഞങ്ങളെ ആൾക്കാർ നിങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം അവര് എന്നെ ഭീഷണിപ്പെടുത്തി പല പ്രാവശ്യം. ഞാനും അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളെ ജോലി മതപരിവർത്തനമല്ല, ഞങ്ങളെ ജോലി പ്രാർത്ഥിക്കുന്നതാണ്, ഞങ്ങൾ പ്രാർത്ഥന അല്ല, ഞങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം ഞാൻ അവരെനിക്ക് വാണിംഗ് തന്നതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ മാസം 21 അതായത് 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥന എന്ന് വെച്ചാൽ ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ, രാജസ്ഥാനിലെ എല്ലാ ദേവദാസന്മാർക്കും ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നു. ഇപ്പൊ സുവിശേഷ വിരോധികളൊക്കെ ഈ ശക്തമായി നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കടന്നു വരുന്നത് കൊണ്ട്, പല സഭകളും പല ദേവദാസന്മാരെയൊക്കെ പീഡിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. നിങ്ങൾ വലിയ കൂട്ടത്തെ വിളിക്കാതെ ഞങ്ങൾ ഈ ആരാധനയ്ക്ക് കടന്നു വരുവാണെങ്കിൽ, എല്ലാവരും കൂടി കടന്നു വരുവാണെങ്കിൽ ഏകദേശം ഒരു 80-100 ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് കടന്നു വരാൻ, ഗ്രാമത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും. അപ്പൊ ഇവിടെ ഈ ബുദ്ധിമുട്ട് ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ കൂട്ടത്തെ വിളിച്ച്, എല്ലാ ഞായറാഴ്ചയും ഒരു ചെറിയ കൂട്ടത്തെ മാറി മാറി വിളിച്ചു. അന്ന് 21 ഞങ്ങൾ ഒരു 10-15 പേരിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതായത് ഒരു മണിക്കൂർ, രാവിലെ 9 മുതൽ 10 വരെ 1 മണിക്കൂർ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥന തീരാറായപ്പോൾ പെട്ടെന്ന് ഒരു 10-30-40 സുവിശേഷ വിരോധികൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് കയറി വന്നു. 30-40 പേര്, മൊത്തം 100-200 പേരുണ്ടായിരുന്നു. അവര് റോഡിൽ നിന്നു ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഒരു 10-30-40 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവര് റൂമിനകത്ത് അവര് കയറി വന്നിട്ട് അവർ ആദ്യം ചെയ്തത് റൂമിന്റെ അകത്തു നിന്നും കൊണ്ട് റൂമിൽ ലോക്ക് ഇട്ടു, ഞങ്ങൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അവര് ഞങ്ങളുടെ മൊബൈലെല്ലാം പിടിച്ചു വാങ്ങിച്ചിട്ട് അവർ ഞങ്ങളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അതിക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഇപ്പോഴും അതിന് ഭയങ്കരമായ നടുവേദനയുണ്ട്, ശരീരവേദനയുണ്ട്. ക്രൂരമായി മർദ്ദിക്കുമെന്ന് വെച്ചാൽ അവർ ടീമായിട്ടാ വരുന്നത്. ഒരു ടീം വരും, മർദ്ദിക്കും, പോവും, അടുത്ത ടീം വരും. ഇങ്ങനെ ആദ്യത്തെ ടീം വന്ന് മർദ്ദിച്ചപ്പോൾ തന്നെ ഞാനൊക്കെ ഏകദേശം അവശനായി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങളൊരു 10-15 പേര്, സഹോദരിമാർ ഉൾപ്പെടെ ഒരു 10-15 പേരെ ഉണ്ടായിരുന്നുള്ളൂ. സഹോദരന്മാര് ഒരു 5-6 പേരും ബാക്കി സഹോദരിമാരും. അവര് 10-40 അതികായന്മാരായ സഹോദരങ്ങൾ വന്നിട്ട് ഞങ്ങളെ തല്ലാൻ തുടങ്ങി. അവര് ആദ്യത്തെ കൂട്ടർ തല്ലും, അവര് പോവും, രണ്ടാമത്തെ കൂട്ടർ വരും, തല്ലും. അങ്ങനെ പോയി ഏകദേശം 1 മണിക്കൂറോളമായി. ഇതിനിടയിൽ അവര് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ പ്രാർത്ഥനാ ഹാളിന്റെ ഈ സാധനങ്ങളൊക്കെ അവർ അടിച്ച് തകർത്തു. ഞങ്ങളുടെ കസാര, പിന്നെ ഈ TV, ക്ലാബ് ബോക്സ്, ഗിറ്റാർ, ഇതെല്ലാം അവർ തകർത്ത്, ഫാന് എല്ലാം തകർത്ത്. എന്റെ മകനെയും എന്റെ മകൻ ഇപ്പോൾ +1 പഠിക്കുന്നു. ആരെയും അവർ വിട്ടില്ല. സ്ത്രീകളെയും തല്ലി, കുഞ്ഞുങ്ങളെയും തല്ലി. എന്റെ മകനും അതികഠിനമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. 15 വയസ്സേ ഉള്ളൂ അവന്, +1 ഇപ്പൊ പഠിക്കുന്നു. അവനെ തല്ലാൻ കാരണം അവര് ഞങ്ങളെ എല്ലാം മൊബൈൽ പിടിച്ചു വാങ്ങിച്ചിട്ട് അവരുടെ മൊബൈലിൽ ഞങ്ങളെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. ഞങ്ങളെ തല്ലുന്നതൊക്കെ വീഡിയോ അവരെടുത്തു അവരുടെ മൊബൈലിൽ. എന്നിട്ട് എന്റെ മകന്റെ അടുക്കൽ പറഞ്ഞു, നീ നിന്റെ ദൈവത്തെ ചീത്ത പറയണമെന്ന് പറഞ്ഞു. 15 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചു, വീഡിയോ എടുത്തിട്ട് പറഞ്ഞു, എന്റെ മകനെ അടുത്ത് പറഞ്ഞു, നീ ചീത്ത പറയണമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറയാത്തത് കൊണ്ട് അവനെയും അവർ തല്ലി. അവന്റെ ഇപ്പോഴും ഒരു കണ്ണിന് ബുദ്ധിമുട്ടുണ്ട്, ഇടത്തെ കണ്ണിന്. അടിച്ചതിന്റെ അടിയിലെ കണ്ണ് കലങ്ങിപ്പോയി. പിന്നെ പല ഞങ്ങളുടെ സഹോദരങ്ങളായ 1-2 സഹോദരിമാർക്കും പീഡ ഏൽക്കേണ്ടി വന്നു. അതിക്രൂരമായ നിലയിൽ അവർ ഞങ്ങളെ പീഡിപ്പിച്ചു. പക്ഷേ പോലീസ് അറിയിച്ചിട്ടൊന്നും പോലീസ് വന്നില്ല. പോലീസ് വരാത്തത് അവര് ഇവിടെ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നതിന് മുമ്പ് ഇവര് നേരത്തെ പോയി പോലീസിനെ ഇൻഫർമേഷൻ ചെയ്തിട്ടാ വന്നേ. ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാം, പോലീസ് എല്ലാം അവരുടേതായ ആൾക്കാരായതുകൊണ്ട് പോലീസിനെ അറിയിച്ചിട്ടും അവര് സമയത്ത് വന്നില്ല. പോലീസ് വന്നപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്കൊക്കെ ഞങ്ങളെല്ലാവരും അവശരായി തീർന്നു.
പോലീസ് വന്നിട്ടും തല്ലിയ അവര് പറഞ്ഞു വിട്ടിട്ട് തല്ലുകൊണ്ട് ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അന്ന് രാത്രി 7:30 വരെ 8:30 വരെ അവർ FIR ഒന്നും ഇട്ടില്ലായിരുന്നു. അത് രാവിലെ ഞങ്ങൾ 11 മണിക്ക് പോയതായിരുന്നു. FIR ഒന്നും ഇട്ടില്ല. പിന്നെ രാത്രി 8:30 ആകുമ്പോൾ അവർ ചെറിയൊരു പെറ്റി കേസ് പോലെ, നമ്മുടെ നാട്ടിലെ പെറ്റി കേസ് പോലെ ചെറിയൊരു FIR അവർക്ക് ഇട്ടിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഇപ്പോഴും ഈ സുവിശേഷ വിരോധികൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ 2 ഞായറാഴ്ചയും ഈ ഞങ്ങളുടെ ആരാധന സമയത്ത് അവർ ഇവിടെ ടീമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ആരാധന നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ നടത്തുന്നു. ഇന്നലെ രാജസ്ഥാനിൽ മതപരിവർത്തന ബിൽ ഇന്നലെ പാസ്സാക്കിയത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉള്ള 12 സ്റ്റേറ്റിൽ വെച്ച് ഏറ്റവും കഠിനമായ മതപരിവർത്തന ബില്ലാണ് ഇന്നലെ രാജസ്ഥാൻ ഗവൺമെന്റ് പാസ്സാക്കിയത്. ഏതെങ്കിലും ഒരു വ്യക്തി, ആരെങ്കിലും പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ മതി, ഇവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ടെന്നോ അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്നുണ്ടെന്നോ ഏതെങ്കിലും ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞാൽ മതി. ആ വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ വന്ന് കേസെടുത്താൽ, പിടിച്ചാൽ 5 വർഷം തടവും 5 ലക്ഷം രൂപയുമാണ് ഏറ്റവും കുറഞ്ഞ പണിഷ്മെന്റ്. 5 വർഷം ജാമ്യമില്ലാത്ത തടവും 5 ലക്ഷം രൂപ പണിഷ്മെന്റും. ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, നിങ്ങൾ രാജസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി വിശേഷിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അടുത്ത മാസം, ഈ ആഴ്ചയിൽ ഞങ്ങൾ ഞങ്ങൾക്കൊരു നാട്ടിലൊരു കോൺഫറൻസ് ഉണ്ട്, AGയുടെ കുമ്പനാട് വെച്ച്. അപ്പൊ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് ഈ അടുത്ത ആഴ്ചയിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. വീട്ടിൽ ഇവിടെ ഞങ്ങളെ പോലീസ് ഞങ്ങളെ ആരാധനയ്ക്ക് മന ചെയ്തു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോളിന് വേണ്ടി, ഒരു ഹോള് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയ്ക്കായി, സ്വതന്ത്രമായി ഭയമില്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ഹോളിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകള് ഇപ്പോൾ അവള് കഴിഞ്ഞ ഞങ്ങളുടെ ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ അവളെ ബാംഗ്ലൂരിൽ BSc നഴ്സിങ്ങിന് കൊണ്ടാക്കി. രണ്ടാമത്തെ മകൻ, അവനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സുവിശേഷ വിരോധികളാൽ മർദ്ദനമേറ്റ മകൻ, അവൻ +1 പഠിക്കുന്നു. ഞങ്ങൾക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഈ മിഷൻ ഫീൽഡിൽ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നാളെ എന്ത് സംഭവിച്ചാലും, ജയിലായിക്കൊള്ളട്ടെ, മരണമായിക്കൊള്ളട്ടെ, പീഡയായിക്കൊള്ളട്ടെ, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഈ മിഷൻ ഫീൽഡിൽ വിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വില കൊടുത്ത് നേടിയ ഒരു കൂട്ടം ആത്മാക്കളുണ്ട് ഇവിടെ. അവരെ കളഞ്ഞിട്ട് ഞങ്ങൾ എന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വിശേഷാൽ നിങ്ങൾ എല്ലാവരും ഇവിടെയുള്ള കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെയുള്ള ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, പൗലൂസ് പറഞ്ഞതുപോലെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഞങ്ങൾ കുടുംബമായി തീരുമാനമെടുത്തു, ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഈ രാജസ്ഥാൻ വിട്ട് വേറെ എങ്ങും പോകത്തില്ല. കഷ്ടത വന്നാലും, മരണം വന്നാലും, പീഡ വന്നാലും, ജയിൽ വന്നാലും, എന്ത് വന്നാലും കർത്താവിന് വേണ്ടി രാജസ്ഥാനിൽ തന്നെ നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി രാജസ്ഥാനിലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കൂട്ടം ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കൂടി കടന്നു വന്നാൽ ഒരു 100-120 ഇവർ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ വേദന കൂടിയിട്ട് പറയട്ടെ, അവരെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നില്ല. 4 ചെതറിപ്പോയി. എങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെ പോയി കാണാറുണ്ട്. എനിക്കാണെങ്കിൽ വിസിറ്റിങ്ങിനും പറ്റുന്നില്ല. കാരണം സുവിശേഷ വിരോധികൾ എന്റെ പുറകെ നടക്കുന്നു. ഞാൻ ബൈക്കിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ അവർ എന്റെ പുറകെ നടക്കുന്നു. ഞാൻ എവിടെയാണ് പോകുന്നത്, ആരെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒരു 2-3 ആഴ്ചയായിട്ട് എനിക്ക് വിസിറ്റിങ്ങിനും പ്രിയ സഹോദരങ്ങളുടെ അടുക്കൽ പോകാൻ പറ്റുന്നില്ല. എത്രയും വേഗം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനും, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ നിമിത്തം വലിയ ഒരു കൂട്ടം ആത്മാക്കളെ സ്നാനപ്പെടുത്തുവാനും, ഒരു വലിയ ദൈവസഭ സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങളെ ഓർത്തും ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇത്രത്തോളം സമയം തന്ന പ്രിയ ദേവദാസന്മാർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമയത്ത് നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.